പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വിശുദ്ധ മത്തായി സുവിശേഷം 28:20. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം തിരുവചനം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പാപികളും ബലഹീനരും എളിയവരുമായി ഞങ്ങളോടുള്ള വലിയ സ്നേഹത്താലും കാരുണ്യത്താലും ഈശോയെ പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുമുൻപിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും നിയോഗങ്ങളെയും എല്ലാ ഉദ്യമങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ, ഞങ്ങളുടെ ഭവനത്തെ, ദേവാലയത്തെ, എല്ലാ ക്രമീകരണങ്ങളെയും എല്ലാ സാധ്യതകളെയും എല്ലാ ഇടങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെയും സ്ഥലത്തെയും അതിൻ്റെ 4 അതിരുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ദിവസം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ പരിശുദ്ധമായ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഈശോയെ, ഇപ്പോൾ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുന്നത് ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടോ ഞങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് അങ്ങയുടെ വലിയ സ്നേഹം കൊണ്ടും അങ്ങയുടെ വലിയ കാരുണ്യം കൊണ്ടും അങ്ങയുടെ വലിയ പരിപാലന കൊണ്ട് മാത്രമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുവചനം. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരികയില്ല. വീണ്ടും 37-ാം തിരുവചനം. എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവർ എൻ്റെ അടുക്കലേക്ക് വരും. എൻ്റെ അടുത്തേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈശോയെ, പലവിധ നിയോഗങ്ങളോട് ചേർത്ത് അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെളിപാട് പുസ്തകം 22-ാം അധ്യായം 17-ാം തിരുവചനം. വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. മത്തായി 11:27-28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വെളിപാട് പുസ്തകം 22:17. ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 32 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥമാനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ.
അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. ഈശോയെ, ഗത്സമൻ തോട്ടത്തിൽ വലിയ വേദനയോടെ അങ്ങ് പ്രാർത്ഥിക്കുന്ന ഈ വചനഭാഗത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈശോയെ വചനം പറയുന്നുണ്ടല്ലോ, 33-ാം തിരുവചനം, ഈശോ പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം തിരുവചനം, താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്നവൻ തിരിച്ചറിഞ്ഞു. പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഈശോയുടെ വലിയ വേദനയോടെയുള്ള ആ നിമിഷങ്ങളിൽ പോലും ഈശോയെ തുടർന്നുള്ള വചനം പറയുന്നുണ്ടല്ലോ, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈശോയെ ഗത്സമൻ തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയെ അങ്ങ് ഏറ്റെടുക്കാനുള്ള പീഡനങ്ങളും ക്രൂശുമരണവും എല്ലാം അങ്ങ് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആ സമയമാണല്ലോ. വരാനിരിക്കുന്ന പാടുപീഡകളും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തന്നെ തള്ളിപ്പറയുമ്പോഴും ഒറ്റിക്കൊടുക്കുമ്പോഴും എല്ലാവരും പീഡനം പേടിച്ച് ഓടിപ്പോകുമ്പോഴും ഫരിസേയരും നിയമജ്ഞരും പരിഹസിക്കുമ്പോഴും തന്നെ അന്യായമായി കുറ്റം വിധിക്കുമ്പോഴും രോഗസൗഖ്യങ്ങളും നന്മകളും സ്വീകരിച്ച വ്യക്തികൾ പോലും തന്നെ കല്ലെറിയാൻ ക്രൂശിക്കാൻ ആക്രോശിക്കുമ്പോഴും ഈശോയെ അവസാന നിമിഷം വരെ പരിഹാസത്തിന് മുൾമുനയിൽ നിൽക്കുന്ന ആ അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും ഈശോയെ അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഈശോയെ അതെല്ലാം ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ. യോഹന്നാൻ 3:16, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി സ്വപുത്രൻ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ഈശോയെ, അങ്ങ് അനുഭവിക്കുന്ന ഈ വേദന, പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങുമ്പോഴുണ്ടാകുന്ന ആ വേദന, മരണത്തോളം ആത്മാവ് ദുഃഖിതമായിരിക്കുന്ന അവസ്ഥ, ഈശോയെ അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഞങ്ങളെ വിശുദ്ധിയിലേക്ക്, രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണല്ലോ. ഈശോയെ, നന്ദിയോടുകൂടെ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഈശോയെ, എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ സ്നേഹം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അനുഭവിക്കാനിരിക്കുന്ന എല്ലാ വേദനകളും ഹൃദയത്തിലൂടെ കൺമുമ്പിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ പോലും ഈശോയെ, ഞങ്ങളോടുള്ള സ്നേഹം നിമിത്തം, ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നത് നിമിത്തം ആ പീഡനങ്ങളെക്കാളും ഉപരിയായി, പീഡനങ്ങളെക്കാളും വേദനകളെക്കാളും കുരിശുമരണത്തെക്കാളും ഉയർന്ന ഒരു സ്നേഹം അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട്, ഞങ്ങളെ കരുതുന്നത് കൊണ്ട് ആ പീഡനമേൽക്കാൻ അങ്ങ് തിരുമനസ്സായിരുന്നു. ഈശോയെ, വചനം പറയുന്നുണ്ടല്ലോ, 36-ാം തിരുവചനം, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി അത്രമാത്രം പാടുപീടുകൾ ഏൽക്കുമെന്നുള്ള തിരിച്ചറിവിന്മേലും ഈശോയെ അങ്ങിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശോയെ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് വീണ്ടും പറയുന്നുണ്ടല്ലോ, എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. എന്താണ് അവിടുത്തെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം? യോഹന്നാൻ 3:16, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടനമാണല്ലോ ഈ പരിശുദ്ധ കുർബാന. ഒരപ്പത്തിൻ്റെ രൂപത്തിൽ അങ്ങ് ഞങ്ങളോട് കൂടെയായിരിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത, എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്ര വലിയ അനുഗ്രഹമാണല്ലോ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ, നിയോഗങ്ങളെയും എല്ലാ അവസ്ഥകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വേദനയോർത്ത് ദുഃഖിക്കുകയല്ല, മറിച്ച് ആ സമയത്ത് പോലും അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. ഈശോയെ, ആ വലിയ സ്നേഹത്തിലേക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ഈ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും, അവരുടെ നിയോഗങ്ങളെയും, അവരായിരിക്കുന്ന കുടുംബത്തെയും അന്തരീക്ഷത്തെയും സമർപ്പിക്കുമ്പോൾ അവയ്ക്കെതിരെ കടന്നു വരുന്ന, അവയെ സ്വാധീനിക്കുന്ന, അവയെ തടസ്സപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, അവരുടെ ജീവിതത്തിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, കുടുംബ സമാധാനത്തിനെതിരെ കടന്നു വരുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും, തിന്മയുടെ സ്വാധീനങ്ങളെയും, അന്ധകാര ശക്തികളെയും, കെട്ടുകളെയും, ബന്ധനങ്ങളെയും, പൂർവികരിലൂടെ കടന്നു വന്ന എല്ലാ തിന്മയുടെ സാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെയും, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, ക്ഷുദ്രവിദ്യയുടെ, കൈവിഷത്തിൻ്റെ ദുരാത്മാക്കളെയും, ചെടികാസക്തിയുടെ, മദ്യാസക്തിയുടെ ദുരാത്മാക്കളെയും ഈശോയെ പരിശുദ്ധ നാമത്തിൽ, ഈശോയെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ, നിത്യകന്യകയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ, വിശുദ്ധ മിഖായേലിൻ്റെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിൻ്റെ കീഴിലേക്ക് ആട്ടിപ്പായിക്കുന്നു. നിത്യനരകത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുന്ന ഓരോ മക്കളിൽ നിന്നും ഈ നിമിഷം തന്നെ വിട്ടുപോകണമെന്ന് യേശുനാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ശാസിക്കുന്നു, കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിരുരക്തത്താൽ ഓരോ വ്യക്തികളെയും കഴുകി വിശുദ്ധീകരിക്കണം. തിരുരക്തത്താൽ ഓരോ മക്കളെയും, കുടുംബങ്ങളെയും, അന്തരീക്ഷത്തെയും കഴുകി വിശുദ്ധീകരിക്കണമേ. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും അങ്ങ് നൽകണം. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും തകർക്കപ്പെടട്ടെ, എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടട്ടെ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും നിർവീര്യമാകട്ടെ. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച്, വേദനകളെക്കാൾ ഉപരിയായി, പീഡനങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങൾക്ക് വേണ്ടി ഒരപ്പത്തിൻ്റെ രൂപത്തിൽ അങ്ങ് ഞങ്ങളോടൊപ്പമായിരിക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവം ഇത്ര അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഈശോയെ, അങ്ങയുടെ തിരുമുൻപിലേക്ക്, കരങ്ങളിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ നിൻ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.